ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് ടയർ ആൻഡ് അലോയ് വീൽസ് ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ട്രേഡിംഗ് ബിസിനസ്സിൽ നിന്നും കിട്ടിയ അറിവുകളാണ്. ട്രേഡിംഗ്, ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ബിസിനസ്സിനെ പറ്റി ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് ടയർ ബ്രാൻഡ് ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കാം. ഒരു സാധാരണക്കാരൻ ഒരു ടയർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ആദ്യം ടയർ ടോപ്പ് ബ്രാൻഡ് ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കാം. മിച്ചലിൻ, ബ്രിഡ്ജസ്റ്റോൺ, നോക്കിയൻ, കോണ്ടിനെൻ്റൽ, ഗുഡിയർ, യോക്കോഹാമ, ഡൺലപ്പ്, പിറല്ലി, ഫയർസ്റ്റോൺ, ജനറൽ, ഗുഡിയർ, ഗുഡ്രിച്ച്, കൂപ്പർ, ടോയോ, സുമിത്തോമോ, ഫാൽക്കൻ, ഹാങ്കുക്ക്, കുംഹോ, ഡെലൈറ്റ്, ഫെഡറൽ, ഒഹേറോ, MRF, മാക്സി, മാർഷൽ, കെൻഡ, നെക്സൺ, GT, JK, സിയറ്റ്, അപ്പോളോ. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യണം എങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് അനുയോജ്യമായ ടയർ സൈസ് ആ ബ്രാൻഡിൽ അവൈലബിൾ ഉണ്ടോ എന്ന് ഡീലറോട് ചോദിച്ച്, സൈസ് ഉണ്ടെങ്കിൽ ടയറിൻ്റെ വാറണ്ടി കൂടുതൽ കിട്ടുന്ന ബ്രാൻഡ് സെലക്ട് ചെയ്യുക. വാറണ്ടി ടയറിന് വരുന്ന ഏതെല്ലാം ഡിഫക്റ്റിനാണ് കിട്ടുക എന്ന് ചോദിച്ച് മനസ്സിലാക്കി ടയർ സെലക്ട് ചെയ്യുക. സാധാരണ ടയർ ഫാക്ടറി ടയറിന് വാറണ്ടി നൽകുന്നത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റിന് മാത്രമാണ്. ബൾജ്, ബലൂൺ പോലെ വീർത്ത് വരുന്ന കംപ്ലൈൻറ്റുകൾക്ക്. മറ്റ് ഡിഫക്റ്റുകളെല്ലാം വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടുവന്നതാണ് എന്നാണ് പറയാറ്. 2 വർഷം മുമ്പ് വരെ, ഇപ്പോൾ ചില രാജ്യങ്ങളിൽ കോസ്റ്റിൻ്റെ 50% അടച്ചുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. അത് എത്ര വർഷം കിട്ടും എന്ന് ഡീലറോട് ചോദിച്ച് മനസ്സിലാക്കുക. ടയർ ത്രെഡ് പാറ്റേൺ സെലക്ട് ചെയ്യുക. പാറ്റേൺ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഓൾ സീസൺ ടയറാണ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കൂടുതലായി വാഹനം ഓടിക്കുന്ന ഏരിയയ്ക്ക് പറ്റിയ ത്രെഡ് പാറ്റേൺ സെലക്ട് ചെയ്യുക. ടയർ ത്രെഡ് പാറ്റേൺ നെയിം: 1 ഡയറക്ഷണൽ, 2 മൾട്ടി ഡയറക്ഷണൽ, 3 അസിമെട്രിക്കൽ, 4 സിമെട്രിക്കൽ, 5 ഡയറക്ഷണൽ ആൻഡ് അസിമെട്രിക്കൽ. ഇതിൽ ഒന്ന് സെലക്ട് ചെയ്യുക. നല്ല റോഡിലാണ് വാഹനം കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ സൗണ്ട്ലെസ് പാറ്റേൺ സെലക്ട് ചെയ്യുക. ടയറിൻ്റെ സൈഡ് ഭാഗത്ത് ഡോട്ടുകൾ ഉണ്ടാവും സൗണ്ട്ലെസ് ടയറിന്. നിങ്ങൾ സെലക്ട് ചെയ്ത ടയർ ഏത് വർഷം നിർമ്മിച്ചതാണ് എന്ന് അറിയാൻ ടയറിൻ്റെ സൈഡ് വാൾ എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ മുൻഭാഗത്തെ സൈഡ്, അവിടെ എഴുതിയിട്ടുണ്ടാവും. അത് 22-19 എന്നാണെങ്കിൽ ആദ്യത്തെ 2 നമ്പർ ആഴ്ചയാണ്, വീക്കാണ്. പിന്നെയുള്ള 2 നമ്പേഴ്സ് ഇയറാണ്, വർഷമാണ്. ടയറിൽ ഡേറ്റ് രേഖപ്പെടുത്തുന്നത് ആഴ്ചകളാണ്, പിന്നെ കൊല്ലവും. ഒരു വർഷം 52 വീക്ക് കണക്കാക്കി ആദ്യ വീക്കിൽ നിർമ്മിച്ചതാണെങ്കിൽ 01 എന്നും, വർഷത്തിൻ്റെ അവസാന ആഴ്ച നിർമ്മിച്ചതാണെങ്കിൽ 52 എന്നും ടയറിൽ പ്രിൻ്റ് ഉണ്ടാവും. പിന്നീടുള്ള 2 ലെറ്റേഴ്സ് ഏത് വർഷം നിർമ്മിച്ചു എന്ന് അറിയാനുള്ളതാണ്. 01 ആണെങ്കിൽ 2001 നിർമ്മിച്ചതാണ്. 21 ആണെങ്കിൽ 2021 നിർമ്മിച്ചതാണ്. ഇത് നോക്കുന്നത് എന്തിനാ? ഒരു ടയർ നിർമ്മാണ ഫാക്ടറി ടയർ നിർമ്മിക്കുമ്പോൾ ഫാക്ടറി ആ ടയറിനൊരു ലൈഫ് കണക്കാക്കിയിട്ടുണ്ടാവും. അതനുസരിച്ചാണ് കമ്പനി ടയറിന് വാറണ്ടി നൽകുന്നത്. എത്ര വർഷം കൊടുക്കാൻ പറ്റും എന്നുള്ളത് അവർ കണക്കാക്കുന്നത് ഈ ടയറിൻ്റെ മാനുഫാക്ചറിങ് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്.
ഗൾഫിലെല്ലാം ഒരു ടയർ 3 വർഷം കഴിഞ്ഞാൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കില്ല. ഇന്ത്യയിലാണെങ്കിൽ ഗൾഫിൽ 3 വർഷം ഉപയോഗിക്കുന്ന ടയർ ഇന്ത്യയിൽ 5 വർഷം യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയിൽ ചൂട് കുറവായതുകൊണ്ട്. ടയർ ഡേറ്റ് നൽകുന്നത് 22/21 ആണെങ്കിൽ മെയ് 2021 എന്നാണ്. അടുത്തതായി ചെക്ക് ചെയ്യുന്നത് ടയറിൽ സ്പീഡ് റേറ്റിംഗ് ആണ്. ടയറിൻ്റെ സ്പീഡ് റേറ്റിംഗ് ആണ് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത്. ടയറിൽ ഇംഗ്ലീഷ് ലെറ്റർ A to Y വരെയാണ് സ്പീഡ് റേറ്റിംഗ് പ്രിൻ്റ് ചെയ്യുന്നത്. സ്പീഡ് റേറ്റ് മൈലേജ് പെർ അവർ എന്നാണ് പ്രിൻ്റ് ഉണ്ടാവുക. ചുരുക്കം MPH എന്നാണ്. എ ലെറ്ററിൽ A മുതൽ 8 വരെ A1, A2, A3, A4, A5, A6, A7, A8 ഇങ്ങനെ ഓരോ നമ്പേഴ്സിനും വേറെ വേറെ വെയിറ്റുകളാണ്. A1 3 mph 5 km/h, A2 6 mph 10 km/h, A3 9 mph 15 km/h, A4 12 mph 20 km/h, A5 16 mph 25 km/h, A6 19 mph 30 km/h, A8 25 mph 40 km/h, B 31 mph 50 km, C 37 mph 60 km, D 40 mph 65 km, E 43 mph 70 km, F 50 mph 80 km, G 56 mph 90 km, J 62 mph 100 km, K 60 mph 110 km, L 75 mph 120 km, M 81 mph 130 km, N 87 mph 140 km, P 94 mph 150 km, Q 100 mph 160 km, R 106 mph 170 km, S 112 mph 180 km, T 118 mph 190 km, U 124 mph 200 km, U 130 mph 200, U 124 mph 200 km, H 130 mph 210 km, V 149 mph 240 km, Z 149 mph 240 km, W 168 mph 270 km, Y 188 mph 300 km, ZR 168 mph 268 above speed limit kilometer. മുകളിൽ പറഞ്ഞ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് ടയറിൽ സ്പീഡ് റേറ്റിംഗ് ആയി രേഖപ്പെടുത്തുന്നത്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ടയറിന് എത്ര ഭാരം താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അറിയണം. അതിന് ടയർ ലോഡ് ഇൻഡെക്സ് നോക്കാം. ടയർ ലോഡ് റേറ്റിംഗ്